ഇനി നമുക്ക് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്താലോ? ഇന്ന് പോളറോയിഡ് ഫോട്ടോ ഫ്രെയിമാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു A4 സൈസ് ഫ്രെയിമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആക്കി അതിൻ്റെ ഗ്ലാസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഹാങ് ചെയ്യുന്നിടത്ത് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫോട്ടോ പേപ്പർ സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത്. നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ നമുക്ക് ഡബിൾ സ്റ്റിക്കൊക്കെ വെച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഡബിൾ സ്റ്റിക്ക് ഒട്ടിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പോളറോയിഡ് ആയതുകൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഫോട്ടോസ് വേണം. അപ്പോൾ ആ ഫോട്ടോസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഫോട്ടോസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് നോക്കിയാണ്. അതിനകത്ത് ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഓരോ ഫോട്ടോസും ആ ക്ലിപ്പും വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഞാൻ 3 ലൈനായിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഓരോ ലൈനിലും 4 ഫോട്ടോസ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് സെറ്റാക്കാം. അതിനുശേഷം നമ്മൾ ആ ഫോട്ടോൻ്റെ ഫ്രെയിം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ടാപ്പ് ഒട്ടിക്കാം. നല്ല കംപ്ലീറ്റായിട്ട് ടാപ്പ് ഒട്ടിച്ച് നല്ലോണം സെറ്റാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഓരോ ഫോട്ടോസും എടുത്ത് അതിനനുസരിച്ച് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായി അറേഞ്ച് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ആ ഡബിൾ ടാപ്പ് വെച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസൊക്കെ വീണ് പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഡബിൾ ടാപ്പ് വെച്ച് സെറ്റാക്കി. പിന്നെ അത് കൊണ്ടുപോകുന്നത് ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.